പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു സംഘർഷത്തിന് ഇപ്പോൾ അയവ് വന്നിരിക്കുകയാണ്. അതിർത്തിയെല്ലാം ശാന്തമായി എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നല്ല വാർത്തയാണ്. കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു 2-3 ദിവസം അടുപ്പിച്ച് നമ്മൾ അത്യധികം ആകാംക്ഷയിലായിരുന്നു, ആശങ്കയിലായിരുന്നു. കാരണം പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചതിന് മറുപടി എന്നോണം ഇന്ത്യക്കെതിരെ മിസൈലുകളും ഡ്രോണുകളുമാണ് പാകിസ്ഥാൻ പ്രയോഗിച്ചത്. എന്നാൽ ഇന്ത്യ അതിനെല്ലാം ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ചു. പക്ഷേ അടുത്ത ദിവസം സേനാവൃത്തങ്ങൾ വെളിവാക്കുമ്പോഴാണ് ഒരു ഭീകരത, ഒരു ചതി നമ്മൾ മനസ്സിലാക്കുന്നത്. സംഘർഷാവസ്ഥയെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന ഭാഗങ്ങളിൽ വ്യോമ മേഖല അടച്ചിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ അങ്ങനെ ചെയ്തിരുന്നില്ല. അതായത് ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വിക്ഷേപിക്കുമ്പോൾ അവരുടെ വ്യോമ മേഖല തുറന്നു കിടക്കുകയായിരുന്നു എന്നർത്ഥം. അതുമാത്രവുമല്ല, പാകിസ്ഥാന്റെ ആക്രമണത്തെ ഇന്ത്യ വ്യോമ പ്രതിരോധ മിസൈൽ കൊണ്ട് തിരിച്ച് പ്രതിരോധിക്കുമ്പോൾ പാകിസ്ഥാന്റെ ആകാശത്ത് വ്യോമമാർഗത്തിൽ സിവിലിയൻ എയർപ്ലെയിനുകൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതിന്റെ അർത്ഥം പാകിസ്ഥാൻ സിവിലിയൻ എയർപ്ലെയിനുകളെ, യാത്രാ വിമാനങ്ങളെ മറയാക്കിയാണ്, ഷീൽഡാക്കിയാണ് ഇന്ത്യയെ ആക്രമിച്ചത് എന്നാണ്. എന്നാൽ ഇന്ത്യയുടെ വ്യോമാക്രമണ പ്രതിരോധ സംവിധാനം സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന S-400 വളരെ കൃത്യമായി ശത്രു വിമാനങ്ങളെ അല്ലെങ്കിൽ ശത്രു മിസൈലുകളെ മാത്രം തിരിച്ചറിഞ്ഞ് അതിനെ മാത്രമാണ് ആക്രമിച്ച് അല്ലെങ്കിൽ പ്രതിരോധിച്ചത്. ഒരൊറ്റ സിവിൽ എയർപ്ലെയിനുകൾ പോലും ഇന്ത്യയുടെ പ്രതിരോധത്തിൽ തകർക്കപ്പെട്ടില്ല. എങ്ങനെയാണ് ഇത് സാധിച്ചത്? അതായത് S-400 അതിന്റെ നിരീക്ഷണത്തിൽ വരുന്ന ടാർഗറ്റുകളെ ഫ്രണ്ട്ലി ഫ്ലൈറ്റുകളാണോ അതോ ഫൈറ്റർ ഫ്ലൈറ്റുകളാണോ ആക്രമണ മിസൈലുകളാണോ എന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞു? അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. S-400 ട്രയംഫിന്, അതായത് നമ്മുടെ സുദർശൻ ചക്രത്തിന്, ഫ്രണ്ട്ലി ഫ്ലൈറ്റുകളെയും ശത്രു വിമാനങ്ങളെയും തിരിച്ചറിയാൻ ചില സിസ്റ്റങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത്. S-400 ട്രയംഫ് അഥവാ ഇന്ത്യയുടെ സുദർശൻ ചക്ര ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫ്രണ്ട് ഓർ ഫോ IFF സിസ്റ്റം, റേഡാർ സിഗ്നേച്ചർ, അതുപോലെ സിറ്റുവേഷണൽ അവയർനെസ് എന്നിവയെല്ലാം ഒരുമിച്ച് ചേർത്തുള്ള ഒരു സങ്കേതത്തിലൂടെയാണ് നിരീക്ഷണത്തിൽ കാണപ്പെട്ട ടാർഗറ്റ് ഫ്രണ്ട്ലി ആണോ അതോ ശത്രുവിന്റെ വിമാനമാണോ എന്ന് തിരിച്ചറിയുന്നത്. ഇതിൽ ഒന്നാമതാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫ്രണ്ട് ഓർ ഫോ IFF സിസ്റ്റം. രാത്രിയിൽ വവ്വാലുകൾ സഞ്ചരിക്കുമ്പോൾ അവർ അൾട്രാസോണിക് സൗണ്ട് വേവുകൾ പുറപ്പെടുവിക്കും. മുമ്പിലുള്ള വസ്തുവിന്മേൽ തട്ടി തിരിച്ചു വരുന്ന സൗണ്ട് വേവുകളെ വവ്വാലിന്റെ കർണപുടം പിടിച്ചെടുക്കുകയും മുമ്പിൽ വസ്തുക്കൾ ഉണ്ട് എന്ന് അല്ലെങ്കിൽ തടസ്സമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് റഡാർ ചെയ്യുന്നത്. റഡാർ പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയോ വേവുകളാണെന്ന് മാത്രം. റഡാറിൽ നിന്നും പുറപ്പെടുന്ന റേഡിയോ വേവിന്റെ പരിധിയിൽ എന്തെങ്കിലും ഒരു വസ്തു വന്നു പെട്ടാൽ, വിമാനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തു വന്നു പെട്ടാൽ, ആ വസ്തുവിന്മേൽ തട്ടി റേഡിയോ വേവുകൾ പ്രതിഫലിക്കപ്പെടും. ഇങ്ങനെ ആ വസ്തുവിൽ തട്ടി റിഫ്ലക്ട് ചെയ്യപ്പെടുന്ന റേഡിയോ സിഗ്നലുകൾ റഡാർ പിടിച്ചെടുക്കുകയും അതിനെ വിശകലനം ചെയ്ത് എത്രമാത്രം ദൂരത്തിൽ, എത്രമാത്രം വലുപ്പമുള്ള വസ്തുവാണ്, അത് എത്രമാത്രം വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന സംഗതികളെല്ലാം റഡാർ അപഗ്രഥിച്ച് വിവരങ്ങൾ കൈമാറുകയും ചെയ്യും. അപ്പൊ ഇതാണ് റഡാറിന്റെ ഒരു പ്രവർത്തന രീതി. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫ്രണ്ട് ഓർ ഫോ സിസ്റ്റം IFF സിസ്റ്റം ഉപയോഗിക്കുന്നതും ഇതേപോലെ ഒരു സംഗതി തന്നെയാണ്. എല്ലാ ഫ്ലൈറ്റുകളിലും ഒരു പ്രത്യേകതരം ട്രാൻസ്പോണ്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. S-400 ട്രയംഫ് പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചില ഇന്ററോഗേഷൻ സിഗ്നലുകൾ, ചില കോഡുകൾ പുറപ്പെടുവിക്കും. റഡാറിന്റെ പരിധിയിൽ വരുന്ന വിമാനങ്ങളിൽ ഈ സിഗ്നലുകൾ സ്വീകരിക്കപ്പെടും. വിമാനത്തിലെ ട്രാൻസ്പോണ്ടർ ഈ ഇന്ററോഗേഷൻ സിഗ്നലിനോട് പ്രതികരിക്കും. ഇന്ററോഗേഷൻ സിഗ്നലിന് കൃത്യമായ സമയബന്ധിതമായ മറുപടിയാണ് ലഭിക്കുന്നതെങ്കിൽ പരിധിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു സൗഹൃദ വിമാനമാണെന്ന് S-400 മനസ്സിലാക്കും. അതല്ല, സിഗ്നലിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ തെറ്റായ റെസ്പോൺസുമാണ് തരുന്നതെങ്കിൽ പരിധിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു ശത്രു വിമാനമാണെന്ന് S-400 മനസ്സിലാക്കുകയും ചെയ്യും. ഇതാണ് IFF സിസ്റ്റം. നിരീക്ഷണ പരിധിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ശത്രു വിമാനമാണോ അതോ മിത്രവിമാനമാണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന അടുത്ത വിദ്യയാണ് റഡാർ ക്രോസ് സെക്ഷൻ, RCS, അതുപോലെ ഫ്ലൈറ്റ് പ്രൊഫൈൽ. നിരീക്ഷണത്തിൽ കാണപ്പെട്ട ടാർഗറ്റിന്റെ സ്പീഡ്, അതിന്റെ ആൾട്ടിറ്റ്യൂഡ്, അതായത് എത്ര ഉയരത്തിലാണ് പറക്കുന്നത്, അതുപോലെ ആ വസ്തുവിന്റെ ട്രാജക്ടറി, അതായത് സഞ്ചാര പാത, ഇത്തരം സംഗതികളെല്ലാം വിലയിരുത്തപ്പെടും. ഇവിടെ RCS അഥവാ റഡാർ ക്രോസ് സെക്ഷൻ എന്താണെന്നും ഫ്ലൈറ്റ് പ്രൊഫൈൽ ആൻഡ് ഫ്ലൈറ്റ് സിഗ്നേച്ചർ എന്താണെന്ന് കൂടി പറഞ്ഞു വെച്ചാൽ S-400 അതിന്റെ പരിധിയിൽ വന്നത് ശത്രു വിമാനമാണോ അതല്ല മിത്രവിമാനമാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാകും. ആദ്യമായി റഡാർ ക്രോസ് സെക്ഷൻ എന്താണെന്ന് നോക്കാം, അഥവാ RCS. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റഡാർ നിരന്തരം റേഡിയോ സിഗ്നൽ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. റഡാർ പുറപ്പെടുവിക്കുന്ന ഈ റേഡിയോ സിഗ്നലിന്റെ പരിധിയിൽ ഒരു വസ്തു വന്നു പെട്ടാൽ എന്താ ഉണ്ടാവുക? ആ വസ്തുവിന്മേൽ തട്ടി റേഡിയോ സിഗ്നലുകൾ റിഫ്ലക്ട് ചെയ്യപ്പെടും.
ഇങ്ങനെ ഒരു വസ്തുവിൽ തട്ടി എത്രമാത്രം റേഡിയോ സിഗ്നൽ തിരിച്ച് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു എന്നതിന്റെ അളവിനെയാണ് RCS അഥവാ റേഡാർ ക്രോസ് സെക്ഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റേഡിയോ സിഗ്നൽ റിഫ്ലക്ട് ചെയ്യുന്ന വസ്തുവിന്റെ വലിപ്പം, അതിന്റെ പ്രതല വിസ്തീർണം എന്നിവയെല്ലാം അടിസ്ഥാനപ്പെടുത്തി RCSന്റെ അളവ് മാറിക്കൊണ്ടിരിക്കും. സാധാരണഗതിയിൽ ഇത് മീറ്റർ സ്ക്വയറിലാണ് അളക്കുന്നത്. ഉദാഹരണത്തിന് ഒരു വലിയ കൊമേഴ്ഷ്യൽ ജെറ്റ് ആണെങ്കിൽ അതിന്റെ RCS എന്ന് പറയുന്നത് 10 മുതൽ 100 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഒരു സാധാരണ ഫൈറ്റർ ജെറ്റ് ആണെങ്കിൽ, സ്റ്റെൽത്ത് അല്ലാത്ത ഒരു സാധാരണ ഫൈറ്റർ ജെറ്റ് ആണെങ്കിൽ അതിന്റെ RCS എന്ന് പറയുന്നത് 3 മുതൽ 10 മീറ്റർ സ്ക്വയർ ആയിരിക്കും. എന്നാൽ ഒരു സ്റ്റെൽത്ത് വിമാനത്തിലേക്ക് വരുമ്പോൾ, ഫൈറ്ററിലേക്ക് വരുമ്പോൾ 0.0001 മുതൽ 0.001 വരെ ആയിരിക്കും അതിന്റെ RCS. മറിച്ച് ഒരു ക്രൂയിസ് മിസൈലാണ് വന്ന് പെട്ടതെങ്കിൽ 0.01 മുതൽ 0.1 മീറ്റർ സ്ക്വയർ ആയിരിക്കും അതിന്റെ RCS. ഇനി ഒരു ചെറിയ പ്രാണിയാണെങ്കിൽ 0.00001 മീറ്റർ സ്ക്വയർ ആയിരിക്കും അതിന്റെ RCS. ഫ്ലൈറ്റ് പ്രൊഫൈൽ ആൻഡ് ഫ്ലൈറ്റ് സിഗ്നേച്ചർ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഒരു വിമാനം പറക്കുന്ന വേഗത, അതിന്റെ ആൾട്ടിറ്റ്യൂഡ് അതായത് ഭൂമിയിൽ നിന്നുള്ള ഉയരം, അതിന്റെ ട്രാജക്ടറി അഥവാ സഞ്ചാരപാത, അതുപോലെ തന്നെ പറക്കൽ തന്ത്രം എന്നിവയെല്ലാം അടിസ്ഥാനപ്പെടുത്തി റേഡാറിന്റെ പരിധിയിൽ വന്ന് പെട്ടത് സാധാരണ ഒരു കൊമേഴ്ഷ്യൽ ജെറ്റ് ആണോ അതോ ഫൈറ്റർ പ്ലെയിൻ ആണോ, ഇനി അതല്ല മിസൈൽ ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു കൊമേഴ്ഷ്യൽ ജെറ്റ് ആണെങ്കിൽ, ഒരു സാധാരണ യാത്രാ വിമാനമാണെങ്കിൽ അതിന് ഒരു നിശ്ചിത ഉയരത്തിൽ നിശ്ചിത വേഗത്തിലായിരിക്കും പറന്നുകൊണ്ടിരിക്കുക. നേരെ മറിച്ച് ഫൈറ്റർ ജെറ്റുകൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല, വളരെ ഉയരത്തിൽ വളരെ വേഗത്തിൽ ആയിരിക്കും പറക്കുക. അതുപോലെ തന്നെ യുദ്ധവിമാനത്തിന്റെ ഫ്ലൈറ്റ് മനോവർ അതായത് പറക്കൽ തന്ത്രം വളരെ വിചിത്രമായിരിക്കും. വളരെ വേഗത്തിൽ മുന്നോട്ടോ മുകളിലേക്കോ താഴേക്കോ വശങ്ങളിലേക്കോ ഒക്കെ ചെരിഞ്ഞു പറക്കുന്നതായ രീതിയായിരിക്കും ഫൈറ്റർ ജെറ്റുകൾ അവലംബിക്കുക. സാധാരണ ഒരു യാത്രാ വിമാനമാണെങ്കിൽ ഇത്തരം ഒരു ഫാസ്റ്റ് മൂവ്മെന്റോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഗതി മാറ്റമൊന്നും ഉണ്ടാവുകയില്ല. അതിൽ നിന്ന് തന്നെ അത് എന്തുതരം വിമാനമാണെന്ന് ഊഹിക്കാം. ഒരു വിമാനം പറക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ പുറന്തള്ളുന്ന എഞ്ചിൻ ചൂട്, അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് റേഡിയേഷനുകൾ എന്നിവയെല്ലാം ചേർത്താണ് ഫ്ലൈറ്റ് സിഗ്നേച്ചർ എന്ന് പറയും. അപ്പോൾ ഫ്ലൈറ്റ് സിഗ്നേച്ചറും ഫ്ലൈറ്റ് പ്രൊഫൈലും ചേർത്ത് വായിക്കുമ്പോൾ S-400ന്റെ പരിധിയിൽ വന്ന് പെട്ടത് ഒരു സാധാരണ യാത്രാ വിമാനമാണോ അതോ യുദ്ധവിമാനമാണോ, ഇനി അതുമല്ലെങ്കിൽ ഒരു മിസൈലാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. കണ്ടെത്തിയ ടാർഗറ്റ് ശത്രു വിമാനമോ അല്ലെങ്കിൽ ശത്രു അയച്ച മിസൈലോ ഡ്രോണോ ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരെ S-400 മിസൈൽ തൊടുക്കും. ടാർഗറ്റിന്റെ വേഗവും ദൂരവും പരിഗണിച്ച് ഏത് കാലിബറുള്ള മിസൈലാണ് തൊടുക്കേണ്ടതെന്ന് നിശ്ചയിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ 2 മിസൈലാണ് തൊടുക്കുന്നത്. അഥവാ ഒരെണ്ണം മിസ്സായാലും രണ്ടാമത്തെ മിസൈൽ ടാർഗറ്റിനെ നശിപ്പിക്കും. ഇങ്ങനെയാണ് S-400 പാകിസ്ഥാൻ കവചമാക്കിയ യാത്രാ വിമാനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ തൊടാതെ, അതിനെ നശിപ്പിക്കാതെ പാകിസ്ഥാൻ അയച്ച ഡ്രോണുകളും മിസൈലുകളും തകർത്തത്. ഇങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാന്റെ വ്യോമാക്രമണം തടഞ്ഞ ഇന്ത്യയുടെ സുദർശൻ ചക്രം എന്ന S-400ന് ഒരു പരാജയത്തിന്റെ ചരിത്രം കൂടി പറയാനുണ്ട്. S-400 ഇന്ത്യ വാങ്ങിയത് റഷ്യയിൽ നിന്നാണ്. പക്ഷേ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ S-400 ഒരു പരാജയമായിരുന്നു എന്ന് പല റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. കാരണം യുക്രൈൻ റഷ്യയുടെ S-400 എന്ന ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിച്ചുകൊണ്ട് റഷ്യയിൽ പല സ്ഥലത്തും മിസൈൽ വർഷിക്കുകയും വ്യോമാക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരു പരാജയമായിരുന്നു എന്ന് പറയപ്പെടുന്ന S-400 എന്ന ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ എങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗിച്ചത്, എന്താണ് സംഭവിച്ചതെന്ന് കൂടി ചുരുക്കമായി ഒന്ന് നോക്കാം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈന്റെ ഡ്രോണുകൾ, മിസൈലുകൾ, എയർക്രാഫ്റ്റുകൾ എന്നിവ കണ്ടെത്തി വെടിവെച്ച് നശിപ്പിക്കുക, പിഴവുകളില്ലാത്ത ഒരു ഡിഫൻസ് കവറേജ് ഒരുക്കുക എന്നിവയെല്ലാമായിരുന്നു S-400നെ കൊണ്ട് റഷ്യ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ സംഭവിച്ചതോ, റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ ഭാഗങ്ങളിലും റഷ്യയിൽ തന്നെയും നിരവധി എയർ സ്ട്രൈക്കുകളും ഡ്രോൺ അറ്റാക്കുകളും നടത്താൻ യുക്രൈന് സാധിച്ചു. എന്ന് മാത്രമല്ല, യുക്രൈൻ റഷ്യയുടെ നിരവധി S-400 മിസൈൽ വേദ സിസ്റ്റങ്ങളെ തകർക്കുകയും ചെയ്തു. സ്റ്റോം ഷാഡോ, ATACMS എന്നീ മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് യുക്രൈൻ ഫലപ്രദമായി റഷ്യയുടെ മിസൈൽ സിസ്റ്റങ്ങളെ നേരിട്ടത്. റഷ്യയുടെ S-400നെ തന്ത്രപരമായി നിർവീര്യമാക്കാനും ലൊക്കേറ്റ് ചെയ്യാനും യുക്രൈൻ സേനയ്ക്ക് സാധിച്ചു എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. വളരെ വേഗത്തിൽ പറക്കുന്നതും വളരെ താഴ്ന്നു പറക്കുന്നതും അതുപോലെ തീരെ ചെറുതുമായ ശത്രു വസ്തുക്കളെ, ഉദാഹരണം ചിലപ്പോൾ ഡ്രോണുകൾ പോലെയുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിൽ S-400 അത്ര മെച്ചമുള്ളതല്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. യുക്രൈൻ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ S-400നെ ഉപയോഗിച്ചപ്പോൾ റഷ്യക്ക് കാര്യമായ പിഴവ് പറ്റിയെന്ന് സൂചനകൾ പറയുന്നു. അതിൽ ഒന്നാമത്തെ പിഴവ് S-400ന് താഴ്ന്നു പറക്കുന്ന മിസൈലുകളെയോ വസ്തുക്കളെയോ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ബലഹീനതയാണ്. ഇത് യുക്രൈൻ മുതലെടുത്തു. അവർ ആക്രമിക്കാൻ ഉപയോഗിച്ചത്, യുക്രൈൻ റഷ്യ ആക്രമിക്കാൻ അധികവും ഉപയോഗിച്ചത് ഇത്തരം താഴ്ന്നു പറക്കുന്ന ക്രൂയിസ് മിസൈലുകളാണ്. അതോടൊപ്പം റഷ്യ അവരുടെ യുദ്ധതന്ത്രത്തിൽ ഒരു പിഴവ് കൂടി ചെയ്തു. S-400നെ ഒരു പ്രത്യേക സ്ഥലത്ത് നിലയുറപ്പിച്ചുകൊണ്ട് നിരീക്ഷണം അനുവദിക്കാതെ പല സ്ഥലങ്ങളിലേക്ക് അപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നു, നീക്കിക്കൊണ്ടുപോയിരുന്നു.
ഇത് നിരീക്ഷണ മേഖലയിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടാക്കാനായിട്ട് പലപ്പോഴും ഇടയാക്കി. ഈ ഗ്യാപ്പ് കണ്ടെത്തി റഷ്യയ്ക്ക് മേൽ പ്രഹരമേൽപ്പിക്കുകയായിരുന്നു യുക്രൈൻ ചെയ്തത്. എന്നാൽ ഇന്ത്യയിൽ സംഭവിച്ചെന്താണെന്ന് നോക്കാം. S-400 സ്വന്തമാക്കിയതിനു ശേഷം ഇന്ത്യ അതിന്റെ ഉപയോഗത്തിൽ കാര്യമായ ഒരു മാറ്റം വരുത്തിയിരുന്നു. സാങ്കേതിക വിദ്യയുടെ ലൈസൻസ് ഉൾപ്പെടെയല്ല റഷ്യയിൽ നിന്നും ഇന്ത്യ S-400 മിസൈൽ വേദ സിസ്റ്റം വാങ്ങിയത്. എന്നാൽ ഒരു ലിമിറ്റഡ് ട്രെയിനിങ് ആൻഡ് ഓപ്പറേഷണൽ ഇന്റഗ്രേഷൻ റഷ്യയിൽ നിന്നും ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. അതനുസരിച്ച് ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും S-400ന്റെ ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ, ഓപ്പറേഷണൽ പ്രോട്ടോകോൾ, അതുപോലെ തന്നെ ലിമിറ്റഡ് കസ്റ്റമൈസേഷനുള്ള ഓപ്ഷനും നേടിയെടുത്തു. ഹൈ ആൻഡ് ഡിഫൻസ് പർച്ചേസ് നടക്കുമ്പോൾ ഇത്തരത്തിലൊരു ലിമിറ്റഡ് ലൈസൻസിങ് നേടുന്നത് സ്വാഭാവികമാണ്. അതുവഴി ആ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഒരു ഫുൾ എഞ്ചിനീയറിംഗ് മാറ്റം വരുത്താനല്ല, പക്ഷേ അതാത് പ്രദേശത്തിന് ചേർന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻസ്, രൂപകൽപ്പന മാറ്റം വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ത്യ S-400 എന്ന എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങി ഇത്തരത്തിൽ ചില മോഡിഫിക്കേഷൻസ്, ഓപ്പറേഷണൽ ഇന്റഗ്രേഷൻ നടത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റവുമായി S-400നെ ഇന്റഗ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇതിലൂടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, ആകാശ് തീർ സിസ്റ്റം എന്നിവയുമായി എല്ലാം S-400 ഇന്റഗ്രേറ്റ് ചെയ്തു. ഇതുവഴി ആർമിയുടെയും എയർഫോഴ്സിന്റെയും ഒന്നിച്ചുള്ള നിരീക്ഷണത്തിന് കീഴിൽ S-400 എന്ന സിസ്റ്റത്തെ കൊണ്ടുവരാനായി. അതുവഴി വളരെ കാര്യക്ഷമമായി ശത്രുവിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാനും വളരെ പെട്ടെന്ന് തന്നെ പ്രതിരോധ തീരുമാനങ്ങൾ എടുക്കാനും സാധിച്ചു. മറ്റൊരു തന്ത്രപരമായ നീക്കം ഇന്ത്യ കൈക്കൊണ്ടത് റഷ്യയെ പോലെ അടിക്കടി S-400ന്റെ സ്ഥാനം മാറ്റിക്കൊണ്ടിരുന്നില്ല. പകരം നിശ്ചിതമായി ഒരു സ്ഥലത്ത് ഉറപ്പിച്ചുകൊണ്ട് നിരന്തരമായ ഒരു നിരീക്ഷണം നടത്താൻ ഇന്ത്യ തീരുമാനിച്ചു. 2021 പഞ്ചാബ് മേഖലയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ S-400 സ്ക്വാഡ്രൺ സ്ഥാപിക്കപ്പെട്ടത്. അതുവഴി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി മുഴുവൻ നിരീക്ഷണത്തിന് കീഴിലായി. അതിനുശേഷം പിന്നീട് നോർത്ത് ഈസ്റ്റ് ഏരിയയിലും അതുപോലെ തന്നെ രാജസ്ഥാൻ, ഗുജറാത്ത് ഭാഗങ്ങളിലും S-400 സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കി. സ്ഥാനം മാറ്റാതെ ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് നിരന്തരമായി നിരീക്ഷിക്കുന്നതിനാൽ കൃത്യമായ, ഏറ്റവും സൂക്ഷ്മമായ നിരീക്ഷണം ഈ പ്രദേശങ്ങളിൽ സാധ്യമായി. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റമാണ് നാവിക്. അതിനായി ഇന്ത്യ 15ഓളം സാറ്റലൈറ്റുകൾ ഇതിനോടകം തന്നെ വിക്ഷേപിച്ചിട്ടുമുണ്ട്. ഈ ഉപഗ്രഹങ്ങളുമായും S-400 ഇന്റഗ്രേറ്റ് ചെയ്തതോടുകൂടി കൃത്യമായ സ്ഥാനനിർണയം സാധ്യമായി. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO വികസിപ്പിച്ച എയർലി വാർണിംഗ് സിസ്റ്റവുമായും S-400നെ ഇന്റഗ്രേറ്റ് ചെയ്തു. റഷ്യ ചെയ്തതിൽ നിന്ന് വിഭിന്നമായി ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി നിർത്തിക്കൊണ്ട് തന്ത്രപ്രധാനമായ മേഖലകൾ നിരന്തരം നിരീക്ഷിക്കുക, ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് സിസ്റ്റത്തോടും S-400നെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ചെയ്തതോടെയാണ് അക്ഷരാർത്ഥത്തിൽ S-400 ഇന്ത്യയുടെ വ്യോമ കാവൽക്കാരനാവുന്നത് ഈ കഴിഞ്ഞ ഇന്ത്യ-പാക് സംഘർഷത്തിൽ നമ്മൾ കണ്ടത്. ആയുധങ്ങളും സാങ്കേതികതയും വാങ്ങിച്ചാൽ മാത്രം പോരാ, അത് യുക്തിപൂർവ്വം എങ്ങനെ ഉപയോഗിക്കണം എന്നതിന് ഇന്ത്യ ഉത്തമ മാതൃകയാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.